السلام عليكم ورحمة الله. أهلا بكم ومرحبا أعزائي الطلبة. അറബിക് സെമസ്റ്റർ 1 അറബിക് സിൻടാക്സിൽ പുതിയൊരു അധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ പഠിക്കാൻ പോകുന്നത് യൂണിറ്റ് 1-ലെ അദ്ദമാഇർ എന്ന അധ്യായമാണ്. പ്രൊനൗൺസ്. അദ്ദമാഇർ ലമീറുകളെ നമ്മൾ ചെറിയ ക്ലാസ്സുകൾ മുതൽ പഠിച്ചു കൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ മനസ്സിലാക്കിയിട്ടുള്ള ഒരു സ്ട്രക്ചറാണ് ലമീറുകളെ സംബന്ധിച്ച് നമുക്ക് മനസ്സിലാക്കാനുള്ളത്. അപ്പൊ ഇവിടെ ലമീറുകളെ ടോട്ടലായിട്ട് അതിന്റെ വ്യത്യസ്ത ലമീർ എന്താണ്, ഏതൊക്കെയാണ് ലമീർ, അങ്ങനെ പല കാര്യങ്ങളും ഒന്നിച്ച് മനസ്സിലാക്കുകയാണ് ഈ ഒരു അധ്യായത്തിൽ ചെയ്യുന്നത്. നമ്മൾ ചെറിയ മുമ്പത്തെ ക്ലാസ്സുകളിലൊക്കെ ലമീറുകളുടെ വിവിധ സെഷനുകളായിട്ട് പല ചാപ്റ്ററുകളായിട്ടൊക്കെ പഠിച്ചിട്ടുണ്ടാവും. ഇപ്പൊ എല്ലാം കൂടി നമുക്ക് ഒന്നിച്ചൊന്ന് മനസ്സിലാക്കാം. അപ്പൊ നമുക്ക് ഇവിടെ വിഷയത്തിലേക്ക് കിടക്കുന്നതിന് മുമ്പ് അതൊന്ന് മറ്റു രൂപത്തിൽ ഈ മനസ്സിലാക്കാൻ ശ്രമിക്കാം. നമുക്ക് ലമീറുകൾ പറയുമ്പോൾ അതിനെ ഒരു ലമീറുകൾ എന്ന് പറഞ്ഞാൽ പ്രൊനൗൺസ് എന്ന് പറയും. അതായത് ഇസ്മുകളിൽ പെട്ട ഒന്ന് തന്നെയാണ്. അറബി ഭാഷയിലെ ഇസ്മുകളുടെ കാറ്റഗറിയിൽ വരുന്നതാണ് ലമീറുകൾ. ലമീറുകൾ നമുക്ക് പല കാറ്റഗറി ആയിട്ട് തിരിക്കുന്നുണ്ട്. വളരെ ഒരു 14 ലമീറുകളാണ് നമുക്ക് പഠിക്കാനുള്ളത്. അത് തന്നെ വ്യത്യസ്ത രൂപങ്ങളിൽ അല്ലെങ്കിൽ അതിന്റെ അൻവാഹുകള്, അതിന്റെ ഭാഷയില് എങ്ങനെയാണ് അത് കാണപ്പെടുന്നത്, അതനുസരിച്ചൊക്കെ പല രൂപത്തിൽ അതിനെ കാറ്റഗറൈസ് ഉണ്ട്. നമുക്ക് അതൊന്ന് ചുരുങ്ങിയ രൂപത്തിലൊക്കെ മനസ്സിലാക്കാൻ മനസ്സിലാക്കും. ഫസ്റ്റ് നമുക്ക് ലമീറുകൾ രണ്ടായിട്ടാണ് തിരിക്കുന്നത്. ലമീറുകളെ രണ്ട് വിഭാഗമായിട്ടാണ്. അതിലൊന്ന് ലമീർ അല്ലമായർ അൽ ബാരിസ, അല്ലമായർ അൽ മുസ്തതിറ. ലമായർ അൽ ബാരിസ എന്ന് പറയുമ്പോൾ നമുക്ക് ഇപ്പോ ഇവിടെ ചില സമയങ്ങളിൽ ലമീറുകൾ നമുക്ക് ഇങ്ങനെ കാണാൻ പറ്റും. ഹുവ തോലിബുൻ, അല്ലെങ്കിൽ ഹുവ ജലസ. ഇവിടെ ഹുവ ജലസ എന്ന് പറയുമ്പോൾ അവൻ ഇരുന്നു എന്നാണ്. ഇതിലിപ്പോ രണ്ട് ലമീറുകൾ കാണാൻ പറ്റും. രണ്ട് ലമീറുകൾ, സത്യത്തിൽ അവിടെ രണ്ട് ലമീറുകളുണ്ട്. പക്ഷെ ഒന്നേ നമുക്ക് കാണാൻ പറ്റുന്നുള്ളൂ. ഒന്ന് ഹുവ എന്ന് പുറത്ത് കാണുന്ന ലമീറാണ്. അതാണ് ബാരിസായ ലമീർ. മറ്റൊന്ന് ഹുവ ജലസ എന്ന് പറയുമ്പോൾ ഹുവ എന്നുള്ള മുബ്തദയാണ്, ജലസ ഖബറാണ്. ജലസ ഖബർ ആവണമെങ്കിൽ നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ട്, ജലസ എന്നത് ഒരു ഫെയിലും ഫായിലും അടങ്ങിയിട്ടുള്ള ജുംലയാണ്. അപ്പൊ ജുംല ആവുമ്പോഴേ അതിന് ഖബറാവാൻ പറ്റുള്ളൂ. അപ്പൊ ജലസ ജുംല ആവണമെങ്കിൽ അതിന് ഫായിൽ വേണം. ഫായിൽ എവിടെ? ഫായിൽ അതിന്റെ അകത്ത് വീണ്ടും ഒരു ഹുവ എന്ന് പറയുന്ന ഒരു ലമീർ അവിടെ മറഞ്ഞിരിക്കുന്നുണ്ട്, കാണാതിരിക്കുന്നുണ്ട്. അപ്പൊ രണ്ട് ലമീറുകളാണ് ഹുവ ജലസ എന്ന് പറയുമ്പോൾ അതിനകത്തുള്ളത് എന്ന് മനസ്സിലായി. ഒന്ന് കാണുന്നതാണ്, ഒന്ന് കാണാത്തതാണ്. അപ്പൊ ഈ കാണുന്ന ലമീർ എന്നാണ് നമ്മൾ എന്ത് പറയുന്നത്? ലമാഇർ അൽ ബാരിസ. പ്രത്യക്ഷത്തില് ലാഹിറ എന്നർത്ഥം. ബാരിസ എന്ന് പറഞ്ഞാല് പ്രത്യക്ഷത്തില് കാണുന്നത്. അതേ സമയത്ത് ജലസ എന്നൊക്കെ പറയുമ്പോൾ അതിൽ കാണാൻ പറ്റുന്നില്ല. അതില് ലമീർ മുസ്തതിർ എന്ന് പറയും. ലമാഇർ അൽ മുസ്തതിറ, മറഞ്ഞിരിക്കുന്ന ലമീറുകൾ. അതാണ് ഒന്ന്. അപ്പൊ ലമീർ രണ്ട് തരത്തില്, ഒന്ന് ലമായറുൽ ബാരിസ, മറ്റൊന്ന് ലമായറുൽ മുസ്തതിറ. ഇനി നമുക്ക് ലമീർ ബാരിസായ ലമീറുകളെ ഒന്ന് നോക്കാം. ബാരിസായ ലമീറുകൾ വീണ്ടും നമുക്ക് രണ്ട് വിഭാഗമായിട്ട് തിരിയാണ്. ഒന്ന് അല്ലമായറുൽ മുത്തസില, മറ്റൊന്ന് അല്ലമായറുൽ മുൻഫസില. നമുക്ക് ആദ്യം ലമീർ മുൻഫസിലിനെ നോക്കാം. ലമായറുൽ മുൻഫസില പറയുമ്പോൾ ഇതാണ് ലമായറുൽ മുൻഫസില. എന്താണ് ലമായർ മുൻഫസില എന്ന് പറഞ്ഞാൽ നമുക്ക് ആ വാക്കിൽ നിന്ന് തന്നെ മനസ്സിലാക്കാൻ പറ്റും എന്താണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. നമുക്കിവിടെ
ലമാർ മുൻഫസില് എന്ന് പറയുമ്പോൾ നമുക്ക് നമ്മൾ സാധാരണ പറയുന്ന ലമീറുകളാണ്. അതിൽ തന്നെ രണ്ട് കാറ്റഗറിയാണ് ഇവിടെ വിശദമായിട്ട് കൊടുത്തിട്ടുണ്ട്. ലമാർ മുൻഫസില, ലമാർ റഫ, ലമാർ നസ്ബ് വൽ ജർ എന്ന് പറഞ്ഞാല്, അതായത് അറബിയിൽ നമ്മളൊരു സെന്റൻസ് പ്രയോഗിക്കുന്ന സമയത്ത് ചിലപ്പോൾ അതിലെ വാക്കുകൾ മർഫു ആയിട്ടുള്ള പൊസിഷനിൽ വരും, ചിലത് നെസ്ബിന്റെ പൊസിഷനിൽ വരും, ചിലത് ജെറിന്റെ സ്ഥാനങ്ങളിൽ വരും. ഇസ്മുകൾ തന്നെ ഇപ്പോ മുഹമ്മദ് എന്നുള്ള വാക്ക് ജാ മുഹമ്മദ് എന്ന് പറയുമ്പോൾ അത് റഫ് ഫായിലിന്റെ സ്ഥാനത്താണ്. റഅയ്തു മുഹമ്മദ് എന്ന് പറയുമ്പോൾ നസ്ബിന്റെ സ്ഥാനത്താണ്. അതുപോലെ ഈ ലമീറുകളും പിന്നെ റഫിന്റെ സ്ഥാനത്തും അതുപോലെ നസ്ബിന്റെയും ജെറിന്റെയും ഒക്കെ സ്ഥാനങ്ങളിലൊക്കെ വരും. അപ്പൊ ഇങ്ങനെ റഫിന്റെ സ്ഥാനത്ത് വരുന്ന ലമീറുകളാണ് നമ്മൾ ഹുവ, ഹുമാ, ഹും, ഹിയ, ഹുമ, ഹുന്ന, അൻത, അൻതുമ, അൻതും, അൻതി, അൻതുമ, അൻതുന്ന, അന, നഹ്നു എന്ന് പറയുന്ന ലമീർ. അതെന്തുകൊണ്ട് റഫിന്റെ സ്ഥാനത്ത് പറയുന്നത്? നമ്മളിപ്പോ ഒരു മുബ്തദ ഖബർ പറയുമ്പോൾ ഹുവ താലിബുൻ എന്ന് പറയുമ്പോൾ ഹുവ മുബ്തദയുടെ സ്ഥാനത്താണ്. അപ്പോ അത് റഫിന്റെ സ്ഥാനത്താണ്. ഇനി അതേപോലെ തന്നെ ഹുമാ താലിബാനി, അങ്ങനെ റഫിന്റെ സ്ഥാനങ്ങളിലാണ് ഇത് എപ്പോഴും കാണാറുള്ളത്. അതേ സമയത്ത് ഈ ഹുവ എന്നുള്ളതും ഹുമ എന്നുള്ളതൊക്കെ നസ്ബിന്റെ സ്ഥാനത്തേക്ക് വരുന്ന സമയത്ത് അത് മാറ്റം വരും. അപ്പൊ അതെങ്ങനെ ഉപയോഗിക്കാം? അതിന് വ്യത്യസ്തമായ ഒരു രൂപമാണ്. ഇപ്പൊ നമ്മൾ ഫാത്തിഹ ഓതുന്ന സമയത്ത് പറയാറുണ്ട് ഇയ്യാക്ക നഅ്ബുദു. ഇയ്യാക്ക നഅ്ബുദു എന്ന് പറയുമ്പോൾ പിന്നെ ഇയ്യാക്ക എന്നത് ഒരു മഫ്ഊൽ ബിഹിയുടെ മൻസൂബായിട്ടുള്ള ഒരു പൊസിഷനിലാണ് വരുന്നത്. ഇയ്യാക്ക നഅ്ബുദു. അതാണ് അത്തരം ഒരു പിന്നെ ലമീറിന്റെ ഫോമുകളുണ്ട്. അവകളാണ് നസ്ബിന്റെ ലമീർ അല്ലെങ്കിൽ ജെറിന്റെ ലമീർ എന്ന് പറയുമ്പോൾ. അല്ലെങ്കിൽ ജെറിന്റെ സ്ഥാനങ്ങളും അതേപോലെ തന്നെ ഇപ്പോ ഇല്ല, ഇല ജെറിന്റെ സ്ഥാനങ്ങളിൽ വരും. പക്ഷെ അത് ഇങ്ങനെ അവിടെ സെപ്പറേറ്റ് ആയിട്ട് നിൽക്കുന്ന സമയത്താണ് നമുക്ക് ഈ ലമീറുകൾ ഇയാൾക്ക് ഇപ്പൊ അവിടെ സെപ്പറേറ്റ് ആയിട്ട് വരുന്നുണ്ട്. അതേ സമയത്ത് പല സമയങ്ങളിലും അത് അങ്ങനെയല്ല വരാറുള്ളൂ. ഇപ്പൊ അബുദുക്ക എന്നാണ് പറയാം. അപ്പൊ ഇയാക്കയിലെ പകുതിയെ കാണുന്നുള്ളൂ. ഇതാണ് മുംഫസിലും മുത്തസിലും തമ്മിലുള്ള ഒരു ഡിഫറൻസ്. ഇപ്പൊ ഇയാക്ക എന്ന് പറയുമ്പോൾ സെപ്പറേറ്റ് ആയിട്ട് നിൽക്കുന്നുണ്ട്. അതേ സമയത്ത് തന്നെ അബുദുക്ക എന്ന് പറയുമ്പോൾ ആ ഫീൽഡിനോട് ചേർന്ന് നിൽക്കണം. അപ്പൊ അതിന് നമുക്ക് എന്ത് പറയാം? അത് മുത്തസിലാണെന്ന് പറയാം. അപ്പോ മുത്തസിലായ ലമീറും മുൻഫസിലായ ലമീറും നമുക്ക് കാണാൻ പറ്റും. അപ്പൊ ഇതില് നസ്ബിന്റെ ജെറിന്റെ സ്ഥാനത്ത് അത് മുൻഫസിലായി വരുന്ന സമയത്ത് നമുക്ക് എങ്ങനെ പറയാം? അതിനാണ് നമ്മൾ ഇയ്യാഹു, ഇയ്യാഹുമ, ഇയ്യാഹും, ഇയ്യാഹ, ഇയ്യാഹുമ, ഇയ്യാഹുന്ന, ഇയ്യാക്ക, ഇയ്യാക്കുമ, ഇയ്യാക്കും, ഇയ്യാക്കി, ഇയ്യാക്കുമ, ഇയ്യാക്കുന്ന, ഇയ്യായ, ഇയ്യാന. ഇതാണ് ഈ പറഞ്ഞ റഫിന്റെയും നസ്ബിന്റെയും ലമീറുകൾ. മുകളിൽ കൊടുത്തിട്ടുള്ളത് റഫിന്റെ ലമീറുകളാണ്, താഴെ കൊടുത്തിട്ടുള്ളത് നസ്ബിന്റെ ലമീറുകളാണ്. ഇതൊക്കെ സെപ്പറേറ്റ് ആയിട്ട് നിൽക്കുമ്പോഴാണ് നമ്മൾ അത് ഉപയോഗിക്കുക. അതായത് സ്വതന്ത്രമായിട്ട് പിന്നെ സെന്റൻസിന്റെ സ്ട്രക്ചറിൽ വരുമ്പോഴാണ് അതിന് മുൻഫസിൽ എന്ന് പറയുന്നത്. അപ്പൊ മുൻഫസിലായിട്ടുള്ള അതിന്റെ രൂപങ്ങൾ എങ്ങനെയാണ് വരിക എന്ന് മനസ്സിലാക്കുക. ഇനി നമ്മൾ ഇതിന്റെ മറ്റൊരു കാറ്റഗറിയാണ് ഏത്? ലമാർ ബാരിസയിൽ മറ്റൊന്നാണ് ലമാർ മുത്തസില. ഇപ്പൊ ഇവിടെ തന്നെ നമ്മൾ കണ്ടു ചില ലമീറുകൾ അതിൽ തന്നെ മുത്തസില എന്ന് പറഞ്ഞാൽ ചേർന്ന് വരുന്നത് എന്നാണ്. ചേർന്ന് വരുന്നത് എന്ന് പറഞ്ഞാൽ ഫിഅലുകളുടെ കൂടെ ചേർന്ന് വരുന്ന ലമീറുകളുണ്ട്. അതേപോലെ തന്നെ ഇസ്മുകളുടെയും ഹർഫുകളുടെയും കൂടെ ചേർന്ന് വരുന്നതുണ്ട്. അപ്പൊ നമുക്കതില് ഫിഅലുകൾ എന്ന് പറയുമ്പോൾ സാധാരണ നമ്മൾ ഫിഅലിന്റെ കാറ്റഗറിയിൽ മാലി ഉണ്ട്, മുലാരി ഉണ്ട്, അമ്രുണ്ട്. അപ്പൊ ഇത് ഓരോന്നൊന്ന് നോക്കി നോക്കാം. നമുക്ക് ആദ്യം ഫിഅല് നോക്കാം. ഫിഅലില് മാലിയായ ഫിഅലിന്റെ ഇപ്പോ മാലിയായ ഫിഅലിന്റെ കൂടെ ചേർന്ന് വരുന്നത് നമുക്ക് നോക്കിയാല് എങ്ങനെ പറയാം? ഇപ്പൊ ഒരു ഉദാഹരണം കൊടുക്കാം. ഫഅല എന്നുള്ള അല്ലെങ്കിൽ ഫഅല എന്നുള്ള ഒരു ഫീൽഡിന്റെ രൂപം എടുക്കാം. ഫഅല. അപ്പൊ ഇതില് മാലിയില് മുത്തസിലായി വരുന്നത് ഇപ്പോ നമ്മൾ ഫഅല എടുക്കുന്ന സമയത്ത് അവിടെ ലമീർ പ്രത്യക്ഷത്തിൽ കാണുന്നില്ല. അപ്പൊ നമ്മൾ അതിനെ ഇവിടെ പരിഗണിക്കും. ബാരിസായ ലമീറുകൾ മാത്രമാണ്. ഫഅല, ഫഅല എന്നത് ഒന്ന് വരും. പിന്നെ പിന്നെ നെക്സ്റ്റ് അതിന്റെ ഒരു ഫോം വരുന്നത് ഫഅലു എന്നാണ്. അപ്പൊ ഇവിടെ ലമീർ, ഇവിടെ ഈ അലിഫാണ് ലമീർ ആയിട്ട് വരുന്നത്. അലിഫ് തസ്നിയ എന്ന് പറയും. ഫഅലു എന്ന് പറയുമ്പോൾ അവിടെ ജമ്മാണ്, വാവുൽ ജമാഅത്ത് എന്ന് പറയും. പിന്നെ ഫഅലത്ത്, ഫഅലത്ത, അവിടെ അതേപോലെ തന്നെ ഫഅലത്ത എന്ന ഒരു രൂപത്തിലാണ് വരിക. ഓക്കെ.
ഫഅലത്ത എന്നുള്ളത്. പിന്നെ ഫഅൽന, ജമ്മിന്റെ നിസ്വത്തിന്റെ നൂനാണ് അവിടെ വരുന്നത്, ഫഅൽന എന്നുള്ളത്. പിന്നെ മറ്റൊന്ന് ഫഅൽത, അൻത എന്നുള്ളതിന്റെ രൂപമായിട്ട്. പിന്നെ അവിടുന്ന് അങ്ങോട്ട് താഴായിട്ട് ചേർന്ന് വരുന്ന കുറെ ഉണ്ട്. ഫഅൽതുമ, ഫഅൽതും. ഇതെല്ലാം ആ ഫെയിലിനോട് ചേർന്ന് വരുന്നത്, മുഴുവനായിട്ട് കാണുന്നില്ലല്ലോ, കുറച്ച് കാണുന്നുള്ളൂ. അതായത് സെപ്പറേറ്റ് ആയിട്ടല്ല, ഫെയിലിനോട് ചേർന്ന് വരുന്നതാണ്. അതോടൊപ്പം റഫിന്റെ സ്ഥാനങ്ങളിലാണ് ഇതൊക്കെ വരുന്നത്. കാരണം ഫെയിലിന്റെ കൂടെ ഫായിലിന്റെ പൊസിഷനിലാണ് വരിക. അപ്പൊ ഫായിലിന്റെ പൊസിഷനിൽ അല്ലെങ്കിൽ റഫിന്റെ പൊസിഷനിൽ വരുന്ന മുത്തസിലായ ഫെയിലിനോട് ചേർന്ന് വരുന്ന ലമീറുകൾ ഏതൊക്കെയാന്ന് ചോദിച്ചാൽ ഇതാണ് പറയേണ്ടത്. അത് മാലിയുടെ കൂടെ വരുന്നത് ഫായിൽത്തും, പിന്നെ ഫാല, ഫാലു, ഫാൽത്ത, ഫാലത്ത എന്നർത്ഥം. ഫാൽത്ത എന്നല്ല, ഫാലത്ത. ഇവിടെ ഫാല എന്നുള്ള കൂടെ എന്താണ് തേനീസിന്റെ താവും കൂടി ഉണ്ട്. ഇനി അടുത്തത് ഫഅൽതി, കെസ്റായിട്ട് ഫഅൽതി, ഫഅൽതുമ, ഫഅൽതുന്ന. അവിടെ നിസ്വത്തിന്റെ നൂന്. പിന്നെ അതേപോലെ തന്നെ താ, മുത്തഹരിക്കായ താ എന്നാണ് ഫഅൽത, ഫഅൽതുമ, ഫഅൽതും, ഫഅൽതി, ഫഅൽതുമ, ഫഅൽതുന്ന. ഇതൊക്കെ മുത്തഹരിക്കായ താ ആയിട്ടാണ് പറയട്ടോ. പിന്നെ ഫഅൽതു, ഫഅൽതു, ഫഅൽന. ഇത്രയും ഇതിന്റെ കൂടെയുള്ള ഒന്ന് അലിഫ് തസ്നിയ, വാവുൽ ജമാ, പിന്നെ അലിഫ് തസ്നിയ, നൂനുൻ നിസ്വ, പിന്നെ താ, മുത്തഹരിക്കായ താ, പിന്നെ നാ ലിൽ മുത്തക്കല്ലിം, അതാണ് നാ ലിൽ മുത്തക്കല്ലിം. ഇത്രയും ലമീറുകളൊക്കെ മാലിയായ ഫെയിലിന്റെ കൂടെ മുത്തസിലായിട്ട് വരുന്നവയാണ്. അപ്പൊ ഇനി മുലാരിയുടെ കൂടെ എങ്ങനെ വരിക? മുലാരിയുടെ കൂടെ നമുക്ക് നോക്കി നോക്കാം. മുലാരിയുടെ കൂടെ അതേപോലെ പറയുമ്പോൾ നമുക്ക് മുലാരിയുടെ ഒരു എഫ് ഫയൽ കൊടുക്കാം. എഫ് ഫയലൂല് ലമീർ കാണുന്നില്ല, അപ്പൊ നമുക്കത് ബാരിദിലല്ല, അത് മുസ്തത്തിറാണ് വരിക. അപ്പൊ നമുക്കത് അടുത്ത പിന്നെ മുസ്തത്തിറിന്റെ ഗണത്തിൽ എഴുതാം. എഫ് അലു, എഫ് അലാനി. ഇവിടെയും ഈ പറഞ്ഞ പോലെ അലിഫ് തസ്നിയാണ്. പിന്നെ എഫ് അലൂന, പിന്നെ അതുപോലെ തഫ് അൽ, തഫ് അലാനി, തഫ് അലാനി, എഫ് അൽന. അവിടെ നൂന് നെസ് വരുന്നുണ്ട്. പിന്നെ പിന്നെ തഫലാനി ഒരു പ്രാവശ്യം എഴുതാം നമുക്ക്. വീണ്ടും തഫലാനി വേണമെങ്കിൽ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് രണ്ടാമത്തെ തഫലാനി, അത് ഓരോന്നിന്റെ അർത്ഥം വരും. തഫലാനി, ആദ്യം പറഞ്ഞ തഫലാനി എന്ന് പറഞ്ഞാൽ അവർ രണ്ട് സ്ത്രീകൾ പ്രവർത്തിക്കുന്നു. ഇപ്പോ ലാസ്റ്റ് എഴുതിയ തഫലാനി എന്ന് പറയുമ്പോൾ നിങ്ങൾ രണ്ട് പുരുഷന്മാർ പ്രവർത്തിക്കുന്നു എന്നുള്ള അർത്ഥത്തിലാണ്. തഫലാനി മൂന്ന് ഫോമായിട്ട് വരും. തഫലാനി, തഫലൂന. ഇവിടെ വാവുണ്ട്, തഫലൂന. പിന്നെ തഫലീന, ഇതാണ് പിന്നെ ഉള്ളത്. യാ ഉൽ മുഹാത്തബത്ത് എന്ന് പറയും. യാ ആണ് അവിടുത്തെ നീരായിട്ട് വരുന്നത്. പിന്നെ നേരത്തെ പറഞ്ഞ തഫ്അലാനി, പിന്നെ തഫ്അൽന. അവിടെ നിസ്വത്തിന്റെ നൂന് വരുന്നുണ്ട്. പിന്നെ അത്രയാണ് വരിക. ഇത്രയാണ് മുലാരിയിലെ മുത്തസിലായ ലമീറുകൾ വരിക. അത് ഓരോ ഫീൽഡിലും വരുന്നത് മനസ്സിലാക്കണം. പിന്നെ ഇനി അമ്ര നമ്മളിങ്ങനെ എടുക്കുകയാണെങ്കിൽ അതേപോലെ പറയുകയാണെങ്കിൽ അമ്രിന്റെ ഒരു രൂപം എന്ന് പറഞ്ഞാൽ ഇഫ് അൽ എന്നാണല്ലോ. ഇഫ് അൽ എന്നുള്ളതിൽ ലമീർ കാണുന്നില്ല. അപ്പൊ ഇഫ് അല, അവിടെ അലിഫുണ്ട്. പിന്നെ ഇഫ് അലു, അവിടെ വാവുൽ ജമാ ഉണ്ട്. പിന്നെ ഇഫ് അലി, അവിടെ യാ ഉൽ മുഖാത്തബത്തുണ്ട്. പിന്നെ ഇഫ് അല, ഇഫ് അല, പിന്നെ ഇഫ് അൽന, അവിടെ നൂന് നിസ്ബ് ഉണ്ട്. ഇത്രയാണ് അമ്രിൽ വരിക. ഏത് മുത്തഹ മുത്തസിലായ ലമീറുകൾ, ഫേലിന്റെ കൂടെ ചേർന്ന് വരുന്ന ലമീറുകളാണ്. ഇപ്പൊ നിങ്ങൾ നോട്ട് ചെയ്ത് പഠിച്ചാൽ മതി. ഓക്കെ. ഇനി നമുക്ക് പിന്നെ ഇസ്മുകളുടെയും ഹർഫുകളുടെ കൂടെ ഒക്കെ വരുന്ന സമയത്ത് ഇത് എങ്ങനെയാന്ന് നോക്കാം നമുക്ക്. ഇപ്പോ ഈ കുറച്ച് ഉദാഹരണങ്ങളായിട്ട് നമുക്ക് നോക്കാം. ഓക്കെ. ഇപ്പോ ഉദാഹരണത്തിന് ഹുവ എന്നുള്ള ലമീർ ഒരു ഇസ്മിന്റെ കൂടെ വരികയാണെങ്കിൽ കലമു ഹു ഇങ്ങനെ വരും. അതാണ് നമ്മൾ ഇയാഹു ഇയാഹുമ എന്ന് പറയുന്നത്. അതിന്റെ ഒരു പാർട്ടാണ് ഇവിടെ വരിക. അത് മിക്കവാറും ഇസ്മിന്റെയും ഹർഫിന്റെ ഒക്കെ കൂടെ വരുന്ന സമയത്ത് ജറായിട്ടൊക്കെയാണ് അധികം വരിക. കലമുഹു. അപ്പോ കലമുഹ, ഒന്ന് ഹു എന്ന് വരും. കലമുഹുമ, ഒരു ഉദാഹരണം എടുത്താണ്. കലമു ഹും ജമായിട്ട്. പിന്നെ വരുന്നതോ കലമുഹ, അതായത്
ഇയാഹ, ഇയാഹ എന്നുള്ള കലമുഹ. പിന്നെ ഇയാഹുമ, കലമുഹുമ, കലമുഹുമ, കലമുഹുമ എന്നുണ്ട്. പിന്നെ കലമുഹുന്ന, അതിന്റെ ഹുന്ന മാത്രമാണ് ഒരു ഇയാഹുന്ന. അപ്പൊ ആ ആ പിന്നെ ഇയാഹു ഇയാഹുമ അതാണ് നിങ്ങൾ പഠിക്കേണ്ടത്. പിന്നെ അതേപോലെ കലമുക്ക, അൻത എന്നുള്ളതിന് പകരം കലമുക്ക എന്നാണ് വരിക, ഇയാക്ക. പിന്നെ വരുന്നത് കലമു കുമാ, കലമു കും. പിന്നെ വരുന്നത് കലമുക്കി, അത് ഇയാക്കി അല്ലെങ്കിൽ അൻതി എന്നുള്ളതിന്റെ നെസ്ബിന്റെ സ്ഥാനത്ത് വരുമ്പോൾ നീ എന്നുള്ള ഒരു സ്ത്രീയോട് അഭിസംബോധന ചെയ്യുമ്പോഴാണ് അങ്ങനെ പറയുക. കലമുക്കി, കലമുക്കുമ, പിന്നെ കലമു കുന്ന. അത് ഇസ്മിന്റെ ഫെയിലിന്റെ അല്ല ഹർഫിന്റെ കൂടെ അങ്ങനെ തന്നെ. അസ്സലാമു അലൈക്ക, അസ്സലാമു അലൈക്കുമ, അസ്സലാമു അലൈക്കും, പിന്നെ അസ്സലാമു അലൈക്കി, അസ്സലാമു അലൈക്കുമ, അസ്സലാമു അലൈക്കുന്ന, കലമുക്കുന്ന എന്ന് പറയും. പിന്നെ പിന്നെ അതിൽ വരുന്ന കലമീ, അന എന്നുള്ളതാണ്. കലമീ, കലമീ എന്നുള്ള അന. പിന്നെ കലമുന, കലമുന എന്ന് പറയില്ല, നമുക്ക് ജമ്മാക്കിട്ട് പറയാം. കലമുന, അക്കലാമുന എന്നൊക്കെ പറയാം. അപ്പൊ ഇങ്ങനെ അലൈന. അപ്പൊ ജറാണെങ്കിൽ ബിഹി, ബിഹിമ, ബിഹിം, ബിഹ, ബിഹ, ബിഹിമ, ബിഹിന്ന, ബിക, ബിക്കുമ. അങ്ങനെ ജറിന്റെ ഹർഫിന്റെ കൂടെ അങ്ങനെയാണ് വരിക. അപ്പൊ ഇതാണ് ഒന്ന് മനസ്സിലാക്കാനുള്ളത്. അപ്പൊ ഇത് പിന്നെ ഏതാണ് ഇസ്മിന്റെ ഹർഫുകളുടെ കൂടെ പറയുന്നത്. ഇനി നമുക്ക് അതിന്റെ മറ്റു രൂപം മുസ്തത്തിർ. ഇവിടെയും ഇതേപോലെ കുറച്ച് ഫീലുകളുടെ കൂടെ വരുന്നതും ഇസ്മിന്റെ കൂടെ വരുന്നതും ഒക്കെ മനസ്സിലാക്കാം. എന്നാലും മുസ്തത്തിറ മൂന്ന് വിഭവത്തില്, അതായത് മാലിയായ ഫീൽഡിൽ മുസ്തത്തിറായി വരുന്നത്, മുലാരിയായ ഫീൽഡിൽ മുസ്തത്തിറായി വരുന്നത്, പിന്നെ അമ്രിൽ മുസ്തത്തിറായി വരുന്നത്. ഏതൊക്കെയാണ് നോക്കാം. ഇപ്പൊ മാലിയിൽ നമുക്ക് മുസ്തത്തിറായി വരുന്നത് ഏതൊക്കെയാ? മാലിയിൽ വരുമ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ ഒന്ന് ഫഅല, ഇവിടെ മുസ്തത്തിറാണ്. ഇവിടെ നമുക്ക് മുസ്തത്തിർ ഏതാണ്? ഹുവ. അതാണ് മനസ്സിലാക്കേണ്ടത്. പിന്നെ ഫഅല, ഫഅല എന്നുള്ളതൊക്കെ നമ്മൾ അവിടെ മുത്തസില് പറഞ്ഞിട്ടുണ്ട്, ഫഅലു എന്നുള്ളത്. പിന്നെ ഫഅലത്താണ് വരുന്നത്, ഫഅലത്ത്. അവിടെ വരുന്നത് ഹി ആണ്. പിന്നെ ബാക്കിയുള്ളത് ഫഅലത, ഫഅൽന, ഫഅൽത, ഫഅൽതമ, ഫഅൽതം, ഫഅൽതി, ഫഅൽതുമ, ഫഅൽതന്ന, ഫഅൽതു, ഫഅൽന. ഇതിലെല്ലാം എന്താണ്? എല്ലാം മുത്തസിലായിട്ട് വരുന്നത്. അപ്പോൾ മാലിയായ ഫെയിലില് ഇത് മാത്രമാണ് വരുന്നത്. ഓക്കെ. ഇനി നമുക്ക് മുലാരിയായ ഫെയിലിൽ ഏതൊക്കെയാണ് മുസ്തത്തിറായി വരുന്നത് നോക്കാം. മുലാരിയായ ഫെയിൽ എടുക്കുമ്പോൾ നമുക്ക് എഫ് അലു, ഒന്ന് എഫ് അലു ഉണ്ട്. അവിടെ ഹുവ, അത് മുസ്തത്തിറാണ്. പിന്നെ എഫ് അലാനി ഇല്ല, എഫ് അലാനി, എഫ് അലൂന, അവിടെ നമ്മൾ നേരത്തെ പറഞ്ഞു കഴിഞ്ഞു. പിന്നെ തഫ്അലു ആണ് വരുന്നത്, തഫ്അലു, അതായത് ഹിയ, തഫ്അലു. പിന്നെ തഫ്അലാനി, എഫ് അൽന, പിന്നെ തഫ്അലു, വീണ്ടും ഒരു തഫ്അലു വരുന്നുണ്ട്, തഫ്അലു. അവിടെ അൻതയാണ്. അപ്പൊ അൻത എന്നുള്ള അവിടെ ലമീറായിട്ടാണ് വരുന്നത്, മുസ്തത്തിറ ലമീറായിട്ടാണ് വരുന്നത്, മനസ്സിലാക്കണം. ഓക്കെ. പിന്നെ വരുന്നത് അഫ്അലു. അഫ്അലുവിൽ വരുന്നത് അനയാണെന്ന് മനസ്സിലാക്കുക. പിന്നെ നഫ്അലു, അവിടെ നഹ്നു. അപ്പൊ മുലാരിയ ഫീൽഡിലാണ് ഏറ്റവും കൂടുതൽ മുസ്തത്തിറായിട്ടുള്ള രൂപങ്ങൾ വരുന്നത് എന്ന് നമുക്ക് ഇതിന് മനസ്സിലായി, അല്ലെ? മാദിയിലൊക്കെ കുറച്ചേ ഉള്ളൂ, മുലാരിയിലാവുമ്പോൾ കുറച്ചധികം വരുന്നുണ്ട്. ഇനി അമ്രിൽ അതേപോലെ കുറച്ച് വരുന്നുള്ളൂ. അമ്രിൽ വരുമ്പോ പിന്നെ ഏതാണ് വരുന്നത്? അമ്രിൽ ആകെ കുറച്ച് രൂപയേ ഉള്ളൂ, അപ്പൊ പിന്നെ എളുപ്പമുണ്ട്. ഒന്ന് ഇഫ് അൽ, അത്രേ ഉള്ളൂ, ഹുവ. പിന്നെ വരുന്നത് ഇഫ് അലി, പിന്നെ ഇഫ് അൽ, ഇഫ് അല, ഇഫ് അലു, ഇഫ് അലി, ഇഫ് അല, ഇഫ് അല, അതെല്ലാം മുത്തസിലാണ്. അപ്പൊ അമ്രിൽ ഒന്ന്, പിന്നെ മാദിയിൽ രണ്ടെണ്ണം, ബാക്കി പിന്നെ മുലാരി ആയ ഫീൽഡിൽ 5 എണ്ണം. അപ്പൊ ഇത്രയാണ് മുസ്തത്തിറായ ലമീറുകൾ വരിക. ഇപ്പൊ നമ്മൾ കുറെ പറഞ്ഞു കഴിഞ്ഞു. ഇപ്പൊ ലമീറുകളെ കുറിച്ച് ഏകദേശം കുറെ കാര്യങ്ങൾ മനസ്സിലാക്കി. ലമീറുകൾ ഒന്ന് ബാരിസ് ഉണ്ട്, മുസ്തത്തിറുണ്ട്. ബാരിസിലാണ് മുംഫസില്, മുത്തസിൽ എന്ന് പറയുന്നത്. അപ്പൊ മുംഫസില് നമുക്ക് വീണ്ടും രണ്ടെണ്ണമായിട്ട് തിരിക്കുകയാണെന്ന് ലമാർ റഫ്, അതാണ് ഹോ ഹുമാഹും, ഹിയോ ഹും, അൻതും അൻതുന്ന.
എന്ന് പറയാം. ലമായർ നെസ്ബ് അൽ ജർ എന്ന് പറയാം. നെസ്ബിന്റെയും ജെറിന്റെയും പൊസിഷനിൽ അത് മുൻഫസിലായിട്ട് വരികയാണെങ്കിൽ എങ്ങനെ പറയാം? ഇയാഹു ഇയാഹുമ ഇയാഹും ഇയാഹ ഇയാഹുമ ഇയാഹുന്ന ഇയാഖ് ഇയാഹുമ ഇയാഖും ഇയാഖ് ഇയാഖുമ ഇയാഖുന്ന ഇയായ ഇയാൻ. അതാണ്. ഇനി അതിന്റെ പിന്നെ മുത്തസിലായ രൂപങ്ങൾ വരുമ്പോൾ അത് നമുക്ക് ഇസ്മിലും ഹർഫിലും ചേർന്ന് വരുന്നതും ഫേലിൽ ചേർന്ന് വരും. ഫേലിൽ ചേർന്ന് വരുമ്പോൾ മാലിയുടെ കൂടെ പിന്നെ വരുന്നത് മാലിയുടെ കൂടെ വരുന്നതാണ് എഫ് അലാനി, എഫ് അലൂന, എഫ് അലാനി. അപ്പൊ ഇതില് ഫലാനി എന്ന് പറയുമ്പോൾ ഏതാണെന്ന് മനസ്സിലാക്കണം. ഇവിടെ നമുക്ക് ഫലാനിയില് ഒരു അലിഫ് ഉണ്ട്. നമുക്കത് അല്ലെങ്കിൽ ഒന്ന് എഴുതാം, പറഞ്ഞു പോവാം സമയം കളയണ്ട. എഫ് അലാനി എന്നുള്ളതിൽ അലിഫ് തസ്നീൻ, എഫ് അലൂന വാവുൽ ജമാ ആണ്. തഫ് അലാനി എന്നുള്ളിടത്ത് അലിഫുൽ ഇസ്നൈനിയാണ്. എഫ് അൽ നൂനിൻ നിസ്ബയാണ്. തഫ് അലാനിയിൽ അലിഫുൽ ഇസ്നൈനിയാണ്. തഫ് അലൂനയിൽ വാവുൽ ജമാ ആണ്. തഫ് അലീന യാവുൽ മുഖാത്തബ. അപ്പൊ ചുരുക്കി പറയാൻ ഇങ്ങനെ പറയാം: അലിഫുൽ ഇസ്നൈനി, വാവുൽ ജമാ, പിന്നെ നൂനുൻ നിസ്വ, യാഉൽ മുഖാത്തബത്തി, പിന്നെ അത്രയാണ് മുലാരിയിൽ വരുന്നത്. മാദിയിലാവുമ്പോൾ അലിഫുൽ ഇസ്നൈനി, വാവുൽ ജമാ, പിന്നെ താ അൽ മുത്തഹരിക. താ അൽ മുത്തഹരിക എന്നാണ് പറയാം. അതായത് താ എന്ന് താ തീ തൂ എന്നൊക്കെ പറയുന്നത് താ അൽ മുത്തഹരിക്കാണ് ബാക്കിയുള്ളത്. പിന്നെ നാ, ലാലിൽ മുത്തക്കല്ലിം. വെറും നാ അല്ല, നാ എന്ന് നാ എന്ന് പറയുന്ന നാലിൽ മുത്തക്കല്ലിമി. അതാണ് മാദിയിൽ വരുന്നത്. പിന്നെ അമ്രിൽ വരുന്നത് അലിഫുൽ ഇസ്നൈനി, വാവുൽ ജമാ, യാ ഉൽ മുഖാത്തബത്ത്, പിന്നെ നൂനുൻ നിസ്വ. ഇത്രയാണ് അമ്രിൽ മുത്തസിലായിട്ട് വരുന്നത്. പിന്നെ ഇസ്മിൽ വരുന്ന സമയത്ത് ഇയാഹു ഇയാഹുമ അതിന്റെ ഒരു പാർട്ടായിട്ട് ഒരു രൂപം ചെറിയ ഹു, ഹ, പിന്നെ മുഹ, കലമുഹും കലമുഹുന്ന എന്നൊക്കെ പറയുന്ന അങ്ങനെയുള്ള ആ രൂപങ്ങൾ മനസ്സിലാക്കി വെക്കുക. പിന്നെ മുസ്തത്തിറിന്റെ കാര്യം നമ്മൾ ഒന്നുകൂടി റിപ്പീറ്റ് ചെയ്യുമ്പോൾ മാലിയിലാണെങ്കിൽ രണ്ടെണ്ണാണ്. ഒന്ന് ഹുവ ഹിയ എന്നുള്ളതാണ് മുസ്തത്തിറായിട്ട് വരുള്ളൂ. പിന്നെ മുലാരിയിലാണെങ്കിൽ മുസ്തത്തിറായിട്ട് വരുന്ന ഹുവ ഹിയ അൻത അന അനഹനു എന്ന മുസ്തറാണ്. പിന്നെ അമ്രിൽ മുസ്തത്തിറായിട്ട് വരുന്നത് ഇഫ് അൽ എന്നുള്ള ഹുവ മാത്രമാണ് വരുന്നത്. അപ്പൊ ഇത്രയാണ് നമുക്ക് ലമീറുകളെ കുറിച്ച് ചുരുക്കി മനസ്സിലാക്കാനുള്ളത്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് പിന്നെ എന്താ പറയാ, ലമീറുകളെ കുറിച്ച് ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ടാവും. ഇനി നമുക്ക് വീണ്ടും നമ്മുടെ ടെക്സ്റ്റിൽ പറയുന്നത് എന്തൊക്കെയാണെന്ന് ചെറുതായിട്ട് ഒന്ന് മനസ്സിലാക്കിയിട്ട് വരാം. ഉദാഹരണത്തിന് ഇതവിടെ പറയുന്നുണ്ട്. ഓക്കെ, അപ്പൊ ഞാനിനി ഇതിന്റെ വിശദീകരണം പറയുന്നില്ല. ഇവിടെ ഉദാഹരണത്തിൽ നിന്ന് ഇപ്പൊ ഇതുവരെ പറഞ്ഞ കാര്യങ്ങൾ പറയാം. അപ്പൊ തഅമ്മൽ അൽ അംസിലത്താലിയ. അന ലാ അക്ദിബു അബദൻ. ഞാൻ ഒരിക്കലും കളവ് പറയില്ല. ഇവിടെ കൊടുത്ത ലമീർ ഏതാ? അന എന്നുള്ള ലമീർ ഉണ്ട്. അപ്പോ കുറെ ലമീറുകൾ അവിടെ വരുന്നുണ്ട്. നമുക്ക് ഏതൊക്കെയാണ് നോക്കാം. ഒന്ന്, ഒന്നാമത്തെ ഈ സെഷനിൽ പറയുമ്പോൾ അന എന്ന ലമീർ ശ്രദ്ധിക്കാം. പിന്നെ അതേപോലെ തന്നെ ഇപ്പൊ ഇതുവരെ പറഞ്ഞതിൽ നമുക്ക് എന്ത് ചെയ്യണം? ലമീറുകൾ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റണം. ഏതാണ് മുസ്തതിർ, ഏതാണ് മുത്തസിൽ, ഏതാണ് മുൻഫസിൽ എന്നൊക്കെ. ഇപ്പൊ ഇവിടെ അന എന്നുള്ള ഒരു ലമീർ അതവിടെ സെപ്പറേറ്റ് ആയിട്ട് വരുന്നുണ്ട്. നഹ്നു നംശി ഫി തരീഖ്, ഞങ്ങൾ വഴിയിലൂടെ നടക്കുന്നു. ഇവിടെ നഹ്നു എന്നുള്ളത് അവിടെ സെപ്പറേറ്റ് ആയിട്ട് നിൽക്കുന്നുണ്ട്. അതേപോലെ അൻത റജുലുൻ ഖവിയ്യുൻ, നീ ഒരു ധീരനായ മനുഷ്യനാണ്. അവിടെ അൻത എന്നുള്ളത്. അൻതി മാഹിറത്തുൻ ഫി തബാഹ, നീ പാചകം ചെയ്യുന്നതിൽ വളരെ എക്സ്പെർട്ട് ആണ്, മാഹിറത്താണ്. പിന്നെ ഹുവ, ഹുവ മുദരിസൻ, അവൻ അധ്യാപകനാണ്. ഫിൽ കുല്ലിയൽ ഹുക്കൂമിയ, ഗവൺമെന്റ് കോളേജിൽ. ഹുന്ന, അവർ സ്ത്രീകൾ. ത്വാലിബാത്തും മുജ്തഹിദാത്തും, പരിശ്രമിക്കുന്ന വിദ്യാർത്ഥിനികളാണ്. മാ തകല്ലമ അൽ വസീറു, വസീർ സംസാരിച്ചിട്ടില്ല. ഇല്ല ഇയായ, എന്നോടല്ലാതെ. ഇവിടെ ഇപ്പൊ നെസ്ബിന്റെ സ്ഥാനത്തുള്ള വരുന്ന ലമീറിന്റെ ഒരു ഉദാഹരണമാണ് അവിടെ. മാ തകല്ലമൽ വസീറു ഇല്ല ഇയാഹു എന്ന് പറയാം. മാ തകല്ലമൽ വസീറു ഇല്ല ഇയാഹും എന്ന് പറയാം. അങ്ങനെയൊക്കെ കൊടുക്കാം. അപ്പൊ ഇവിടെ എല്ലാം നമ്മൾ കാണുന്ന ലമീറുകൾ ഏതാണ്? അന, നഹ്നു, അൻത, അൻതി, ഹുവ, ഹുന്ന, ഇയ്യായ. ഇതെല്ലാം ഈ സെന്റൻസിന്റെ സ്ട്രക്ചറിൽ സെപ്പറേറ്റ് ആയിട്ട് നിൽക്കുന്നതാണ്. അപ്പൊ നമുക്ക് ഈ ലമീറുകളൊക്കെ എന്താണ് പറയാം? ഇവിടെ പഠിച്ചതനുസരിച്ച് ഇവയൊക്കെ എന്ത് പറയാം? ഇവയൊക്കെ ബാരിസായ ലമീർ എന്ന് പറയാം. ബാരിസാണ്, അതോടൊപ്പം ബാരിസാണ്, മുംഫസിലാണ്. ബാരിസ് നാറ് പ്രത്യക്ഷത്തിൽ കാണുന്നത്, മുംഫസിൽ നാറ് സെപ്പറേറ്റ് ആയിട്ട് നിൽക്കുന്നത്. അപ്പൊ ഇതിന് ഈ ഒരു ലമീറുകൾ മുംഫസിൽ എന്ന ഗണത്തിലാണ് നമ്മൾ ഉൾപ്പെടുത്തുക. മുത്തസിലും മുംഫസിലും ഒക്കെ എന്ത് തന്നെയാണ്? ബാരിസ് ആണ്. അത് മനസ്സിലാക്കുക. അപ്പൊ മുംഫസിൽ ലമീർ ആണ്. അതിലെ കുറച്ച് ഭാഗങ്ങളാണ് ഹുമാഹും ഹ്യൂമാൻ. അങ്ങനെ അതിന്റെ റഫിന്റെ ലമീറും ഉണ്ട്, നെസ്ബിന്റെ ലമീർ. അന എന്നുള്ളത് ഒക്കെ റഫ് ആണെങ്കിൽ ഇയായ അതിന്റെ നെസ്ബിന്റെ ഫോമില, നെസ്ബ് ജെറിന്റെ ഒക്കെ പൊസിഷനിൽ അങ്ങനെയാണ് വരിക. ഇനി നമ്മള് രണ്ടാമത്തെ സെഷനിലെ ഉദാഹരണങ്ങൾ എടുത്ത് നോക്കുമ്പോൾ നോക്കാം. ഇവിടെ എന്താ സംഭവിക്കുന്നത്?
ഇവിടെ കലം എന്നുള്ള ഒരു കലം, അല്ല സോറി, കതബത്തു ബിൽ കലമി, പേന കൊണ്ട് ഞാൻ എഴുതി എന്ന് പറയുമ്പോൾ ഇവിടുത്തെ ലമീർ ഏതാണ്? തു എന്നുള്ളതാണ്. കതബ്തു. കതബ്ന റിസാലത്തൻ ഇലൽ വസീർ, ഞങ്ങൾ മന്ത്രിക്ക് ഒരു കത്ത് എഴുതി. അവിടെ കതബ്ന, കതബ്ന അലിയുൻ വ സെയ്ദുൻ, അലിയും സെയ്ദും ഫാസ, അവർ വിജയിച്ചു. ഫിൽ ഇംതിഹാനി. അൽ ഔലാദു ലഇബു, ഇവിടെ ലഇബു എന്നുള്ള വാവുണ്ട്. അൽ ബനാത്തു റത്തബ്ന, പെൺകുട്ടികൾ ഒരുക്കി വെച്ചു, ഓർഡർ ആക്കി. അൽ അസാസ, ഫർണിച്ചർ. കൂലി, നീ പറയൂ. അൽ ഹക്ക, സത്യം പറയൂ. ഇവിടെ പോയി അടയാളപ്പെടുത്തിയിട്ടുള്ളതൊക്കെ ഫെയിലിന്റെ കൂടെ വന്നിട്ടുള്ള ലമീറുകളാണ്. കത്തബ എന്നുള്ളതിന്റെ കൂടെ തൂ ഉണ്ട്, കത്തബ്ന എന്ന് പറയുമ്പോൾ നാ ഉണ്ട്, സെയ്ദുൻ ഫാസ എന്ന് പറയുമ്പോൾ അലിഫ് ഉണ്ട്. ഫെയിലിന്റെ കൂടെ ചേർന്ന് വന്നിരിക്കുകയാണ്. ലഇബു, കത്തബ്ന, കൂലി. ഇതിനൊക്കെ ഇതിപ്പോ നമ്മൾ പഠിച്ചതനുസരിച്ച് ഇതൊക്കെ ഇതിലാണ് വരിക? ഇത് മുത്തസില ലമീറാണ്. ലമീർ മുത്തസില. അല്ലമാരുൽ മുത്തസില എന്ന് പറയും. അല്ലമായിറു അൽ മുത്തസില. ജമ്മായി പറയുമ്പോൾ ഇങ്ങനെ പറയാം, അല്ലമാരുൽ മുത്തസില. എന്തുകൊണ്ടാണ് മുത്തസില എന്ന് പറയുക? ഫീൽഡിന്റെ കൂടെ ചേർന്ന് വരാണ്, സെപ്പറേറ്റ് ആയിട്ട് നിൽക്കുന്നില്ല. ഓക്കെ. പിന്നെ ഈ പറഞ്ഞ ശ്രദ്ധിക്കുന്നത് ഇതൊക്കെ എന്താണ്? ഈ മുത്തസില ഫീൽഡിന്റെ കൂടെ ചേർന്ന് വരുന്ന മുത്തസില ലമീറുകളൊക്കെ റഫിന്റെ ലമീറുകളായിരിക്കും. റഫിന്റെ പൊസിഷനിലാണ് വരിക. കാരണം ഫീൽഡിന് ശേഷം എപ്പോഴും അതൊക്കെ ഫായിലായിട്ടാണ് വരിക എന്നുള്ളതാണ് ഒരു പിന്നെ പ്രത്യേകത. ഓക്കെ. എന്നാൽ ഇനി ഈ മുത്തസില ലമീറുകൾ നമുക്ക് എന്താ പറയാ, ഇസ്മിന്റെ കൂടെ അല്ലെങ്കിൽ ഹർഫിന്റെ കൂടെ ഒക്കെ വരുമ്പോൾ എങ്ങനെ നോക്കാം? കത്തബനി അഖീ റിസാലത്തൻ, കത്തബനി അഖീ റിസാലത്തൻ. അവിടെ പറയുമ്പോ നോക്കുക, കത്തബനി അഖീ, കത്തബനി എനിക്കെഴുതി, അഖീ എന്റെ സഹോദരൻ, റിസാലത്തൻ ഒരു കത്ത്. യക്റഹുക അന്നാസു, നിന്നെ ജനങ്ങൾ വെറുക്കുന്നു. ഇതാ ഫഅൽത ശർറ, നീ തിന്മ ചെയ്യുമ്പോൾ. അഴ്ത്താക്ക, നിനക്ക് നൽകിയിരിക്കുന്നു. അബൂക്ക, പിന്നെ അബൂക്ക നിന്റെ പിതാവ്. സഅദുൻ യുസാഇദുഹു അഹൂഹു, അവന്റെ സഹോദരൻ. യുസാഇദുഹു. സഅദന, ഞങ്ങളെ സഹായിച്ചു. സഅദന എന്നല്ല, സഅദന, ഞങ്ങളെ സഹായിച്ചു. ഇംസാക്കുന ബിൽ ഹക്കി, സത്യം കൊണ്ട് ഞങ്ങൾ സത്യം മുറുകെ പിടിക്കുന്നത്. ഇംസാക്കുന, ഞങ്ങൾ മുറുകെ പിടിക്കുന്നത്. ബിൽ ഹക്കി, സത്യം. ലാ തർജു മിന്നി, എന്നിൽ നിന്ന് പ്രതീക്ഷിക്കരുത്. ലാ തർജു മിന്നി റഫത്തൻ ഇത് അഖ്തലഫ വഅദക, നിന്റെ വഅദനി ലംഘിച്ചാൽ പിന്നെ എന്നിൽ നിന്ന് ദയയും ദാക്ഷിണ്യവും പ്രതീക്ഷിക്കണം. ഫിൽ മദീനത്തെയും, മദീനയിലുണ്ട് മക്തബുൻ, ഒരു ഓഫീസ് ഉണ്ട്. ബിഹി ഹദീഖത്തിന്, അവിടെ ഒരു തോട്ടമുണ്ട്. ഇവിടെ അടയാളപ്പെടുത്തിയ ഉദാഹരണങ്ങളിലും ഇതെല്ലാം ലമീറുകളാണ്. ആ ലമീറുകളൊക്കെ ഒരു ഇസ്മിനോട് ഫീലിനോട് ചേർന്ന് നിൽക്കുന്നുണ്ട്. അപ്പൊ ഇതിന്റെ പ്രത്യേകതകൾ എന്താണെന്നും കൂടി നോക്കാം. കത്തബ നീ എന്ന് പറയുമ്പോൾ കത്തബ ഫെയിലാണ്. നീ എന്ന് പറയുമ്പോൾ അവിടെ മഫ്ഊലിന്റെ സ്ഥാനത്താണ്, അതായത് നസ്ബിന്റെ സ്ഥാനത്താണ്. അപ്പൊ നസ്ബിന്റെ സ്ഥാനത്ത് ഒരു ലമീറ വരുന്ന സമയത്ത് എങ്ങനെ വരിക? നമ്മൾ പറഞ്ഞു ഇയായ, ഇയായയിലെ ആ യാ ആണ്, യാ ഉൽ മുത്തക്കല്ലിം ആണ് അവിടെ വരുന്നത്. അതിനാണ് ഇയായത്തെ യാഹിനാണ് യാ ഉൽ മുത്തക്കല്ലിം എന്ന് പറയാം. പിന്നെ അഹൈ ഇസ്മിന്റെ കൂടെ വരുമ്പോൾ അവിടെ ജെറിന്റെ സ്ഥാനത്താണ്. അപ്പൊ ഒന്ന് ജെർ ആയിട്ടാണ് വരുന്നത്, ഒന്ന് നസ്ബ് ആയിട്ടാണ് വരുന്നത്. ഫെയിലിന്റെ കൂടെ വരുന്നത് എന്തുകൊണ്ടാ? അത് പിന്നെ മഫ്ഊൽ ബിഹിയുടെ സ്ഥാനത്തായതുകൊണ്ടാണ്. അപ്പോ നസ്ബിന്റെ സ്ഥാനത്ത് വരുന്നുണ്ട്. പിന്നെ ഇവിടെ ജെറിന്റെ സ്ഥാനത്ത്. അപ്പൊ ഇങ്ങനെ രണ്ട് പൊസിഷനിലാണ് വരുന്നത്, നസ്ബ് കത്തബനി എന്നുള്ളിടത്ത്. അതേപോലെ തന്നെ എക്രഹുക്ക, എക്രഹുക്ക എന്ന് പറയുമ്പോൾ അവിടെ എക്രഹുക്ക, നിന്നെ വെറുക്കുന്നു എന്നാണ്. അപ്പൊ മഫ്ഊൽ ബിഹിയുടെ സ്ഥാനത്താണ്, അവിടെ നസ്ബാണ്. അയത്താക്ക, അവിടെ അതേപോലെ തന്നെ മഫ്ഊൽ ബിഹിയാണ്, അപ്പൊ നസ്ബിന്റെ സ്ഥാനത്താണ്. ഇയാക്കയുടെ ഒരു പാർട്ട്. അബൂക്ക, അവിടെ അബൂക്ക ക മുലാഫിലയാണ്, മുലാഫിലയുടെ ഇറാബ് ജെറ, അപ്പൊ ജെറിന്റെ പൊസിഷനിലാണ് അവിടെ വരിക. അപ്പൊ ഇസ്മിന്റെ കൂടെ മനസ്സിലാക്കേണ്ടത് ഇതാണ്, ഇസ്മിന്റെ കൂടെ വരുമ്പോൾ എപ്പോഴും ജെറ ആയിരിക്കും. കാരണം മുലാഫില ആയിട്ടായിരിക്കും എപ്പോഴും ഒരു ഫീലിനോട് ഒരു ഇസ്മിനോട് ചേർത്ത് വരുമ്പോൾ എപ്പോഴും എന്തായിരിക്കും? അത് മുലാഫില ആയിട്ടാണ് വരിക, അപ്പൊ ജെറ ആയിരിക്കും. കണ്ടോ? സായിദുൻ നിസാഇദുഹു, ഇസാഇദുഹു എന്നുള്ളിടത്ത് ഹു മഫ്ഊൽ ബിഹിയാണ്, ഇപ്പൊ നസ്ബിന്റെ സ്ഥാനത്ത്. അഹുഹു എന്നുള്ളിടത്ത് ജെറാണ്. പിന്നെ സഅദന, അവിടെ മഫ്ഊൽ ബിഹിയാണ്. ഇംസാകുന എന്ന് പറയുമ്പോൾ ജെറിന്റെ സ്ഥാനത്താണ്. ലാ തർജു മിന്നി, അവിടെ മിൻ ഹർഫിന്റെ ശേഷം വരുമ്പോഴും ഈ പറഞ്ഞ പോലെ തന്നെ ജെറായിട്ടാണ് വരിക, മിന്നി. വഅദക, അവിടെ ഇസ്മിന്റെ ശേഷമാണ്, അപ്പൊ മുലാഫിലിയാണ്, ജെറാണ്. ഇതിൽ മദീനത്തി മക്തബും ബിഹി, അവിടെയും ബി ഹർഫ് ജെർ, ഹി മജ്റൂർ. അപ്പൊ ജെറിന്റെയും നസ്ബിന്റെയും പൊസിഷനിൽ ഇങ്ങനെ മുത്തസില ലമീറുകൾ വരുമ്പോൾ ഇങ്ങനെ ഈ ഒരു രൂപത്തിലാണ് വരിക. ഏതുപോലെ? ഇയാഹു, ഇയാഹുമ, ഇയാഹും, അതിന്റെ ഇയ എന്നുള്ള ഒഴിവാക്കിയിട്ടുള്ള ഭാഗങ്ങളാണ് വരിക എന്ന് മനസ്സിലാക്കുക. അപ്പൊ ഇത് മുത്തസില ലമീറുകളാണ്. ഈ പറഞ്ഞതൊക്കെ ഇസ്മിന്റെ കൂടെയോ ഫീലിന്റെ ശേഷം മഫ്ഊലിന്റെ സ്ഥാനത്തോ ആണ് വരിക. ഫീലിന് ശേഷം ഫായിലിന്റെ സ്ഥാനത്ത് വരുമ്പോൾ റഫായിട്ടായിരിക്കും. അപ്പൊ ത അൻ താൻ തും, അപ്പൊ നേരത്തെ പറഞ്ഞ ആ രൂപങ്ങളായിരിക്കും ഉണ്ടാവുക. ഇനി ഇനി നമ്മൾ ഇവിടെ ശ്രദ്ധിക്കേണ്ടത്, ഇവിടെയൊക്കെ എന്താണ്? അന്നഹുറു ഫാല
നമ്മൾ ഇനി പറയാൻ പോകുന്നത് ഈ നേരത്തെ പറഞ്ഞതിൽ നിന്ന് ചെറിയ കുറച്ച് വ്യത്യാസത്തോടു കൂടിയാണ് ഇവിടെ പറയുന്നത്. എന്താ പറയുന്നത്? അന്നഹ്റു ഫാല, നദി കവിഞ്ഞൊഴുകി. ഫാല എന്ന് പറയുമ്പോൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഫാലയുടെ അകത്തൊരു ലമീർ, നെഹ്റു പുഴ, ഫാല അത് കവിഞ്ഞൊഴുകി. അപ്പൊ അത് എന്ന് പറയാൻ വേണ്ടിയിട്ട് അവിടെ ഒരു ലമീർ അവിടെ കൊടുക്കുന്നുണ്ട്. ആ ലമീർ ഏതായിരിക്കും? അവിടെ ഹുവ എന്നുള്ള ഒരു ലമീറാണ്. അൽ വറദത്തു തഫത്തഹത്ത്, റോസാപ്പൂവ് വിരിഞ്ഞു. അപ്പൊ അവിടെ പറയുമ്പോൾ എന്തായിരിക്കും? ഹിയ എന്നുള്ളൊരു ലമീർ അവിടെ കിടക്കുന്നുണ്ട്. അതെങ്ങനെ വരുന്നത്? അൽ വറദത്തു, അൻ നെഹ്റു മുബ്തദയാണ്, ഫാല ഖബറാണ്. അൽ വറദത്തു മുബ്തദയാണ്, തഫത്തഹത്ത് ഖബറാണ്. അപ്പൊ ഈ ഖബർ എപ്പോഴും ജുംല ആയിട്ടാണ്, ഒന്നെങ്കിൽ ഇസ്മിയ ജുംല, ഫേലിയ ജുംല. ഫേലിയ ജുംല ആണെങ്കിൽ ഇപ്പൊ ഫാല എന്നുള്ള ഫേലിയായ ഒരു ജുംലയാണ്. നമുക്ക് അവിടെ ഒരു ഫേലെ കാണുന്നുള്ളെങ്കിലും അതൊരു ജുംലയാണ്. എങ്ങനെ ജുംലയാവുക? ഫാല എന്നുള്ള ഫേലും അതിന്റെ അകത്ത് മറിഞ്ഞിരിക്കുന്ന ഹുവ എന്നുള്ള ലമീറും കൂടിയിട്ട് ഒരു ജുംല, ഫേലായി പ്ലസ് ഫായില്. അപ്പൊ ഫെയിലും ഫായിലും ജുംല ഫെയിലിയായി, അത്രേ ഉള്ളൂ. അതുപോലെ തന്നെ അൽ വലത് വേനാമും മുലാരിയായ ഫീലാണ്. അവിടെ ഹുവ എന്നുള്ള ഫീലാണ്, ലമീറാണ് അവിടെ മറിഞ്ഞിരിക്കുന്നത്. വദിത്തു അൻ തഫൂസ അൽ ബനാതു, പെൺകുട്ടികൾ ജയിക്കുന്നു ഞാൻ ആഗ്രഹിച്ചു. ഇവിടെ പിന്നെ എന്തില്ല, വദിത്തു എന്ന് പറയുമ്പോൾ ഇവിടെ ഇതിലൊന്നും എന്താ പറയാ മുസ്തദിറ ലമീർ ഇല്ല കേട്ടോ. ഇവിടെ വദിത്തു എന്ന് പറയുമ്പോൾ അവിടെ ഒരു ലമീർ ഉണ്ട്, പക്ഷെ അത് മുത്തസില ലമീറാണ്. ഇങ്ങനെ പറയാം, വദി വദിത്തു അൽ ബന, ഇങ്ങനെ കൊടുത്താൽ അത് എളുപ്പമായിരുന്നു. അൽ ബനാത്തു വദിത്തു അൽ ബനാത്ത അൻ തഫൂസു അൻ തഫുസിന എന്ന് കൊടുക്കേണ്ടി വരും. അപ്പോഴും ആ ഒരു പ്രശ്നം വരുന്നില്ല. അപ്പൊ എന്തായാലും ഇവിടെ എന്തില്ല, തഫൂസ് അൽ ബനാത്ത് എന്ന് പറയുമ്പോൾ അവിടെ ലമീർ ഇല്ല. അപ്പൊ ആ ഒരു ഉദാഹരണം അവിടെ ഒരു എന്താ പറയാ തെറ്റായിട്ടാണ് അവിടെ ഉദാഹരണം കൊടുത്തിട്ടുള്ളത്. ഓക്കെ. നൊഹിബുൽ വത്തന, അവിടെ ഓക്കെ. നഹിബു എന്ന് പറയുമ്പോൾ ഞങ്ങൾ. ഇവിടെ ഈ വദിത്വം എന്നുള്ളിടത്ത് നമ്മൾക്ക് എങ്ങനെ മാറ്റി കൊടുക്കാം? അപ്പൊ അത് കറക്റ്റ് ആവും. ഈ വദിത്വം എന്നുള്ളതിന് പകരം അവദ്ദു. അവദ്ദു എന്ന് പറയുമ്പോൾ ഞാൻ ആഗ്രഹിക്കുന്നു. അപ്പൊ നമുക്ക് എന്ത് പറയാം? അവിടെ ഒരു ലമീർ ഉണ്ട്. ഏതാണ് ലമീർ? ഞാൻ. അത് മറിഞ്ഞ് മുസ്തത്തിറാണ്. ഇവിടെ വദിത്വം എന്ന് പറയുമ്പോഴാണ് പ്രശ്നം, അവിടെ മുത്തസിലാണ്. നമ്മൾ ഈ ഒരു സെഷൻ ഉദാഹരണം കൊടുത്ത മുഴുവൻ മുസ്തത്തിറായ ലമീറുകളെ കുറിച്ച് പറയാനാണ്. അതിന്റെ ഇടയിൽ ബാരിസായ മുത്തസിലായ ഒരു ലമീർ വന്നിട്ടുണ്ട്. നൊഹിബുൽ വത്തന എന്നിടത്ത് നൊഹിബു, നഹ്നു. അപ്പൊ അത് കാണുന്നില്ല. നഹ്നു നൊഹിബു, ആ നൊഹിബുന്റെ അകത്ത് ഒരു നഹ്നു ഉണ്ട്. അക്തുബ് റിസാലത്തന്നെ ഇവിടെയും പറഞ്ഞ പോലെ അന എന്നുള്ള അവദ്ദു എന്ന് പറഞ്ഞ പോലെ. ഇഫ്തഹിൽ ബാബ, ഇഫ്തഹ് എന്ന് പറയുമ്പോൾ നീ, അവിടെ അൻത എന്നുള്ള ഒരു ലമീർ അവിടെ കിടക്കുന്നുണ്ട്, നീ. അപ്പൊ ഇത്തരം ലമീറുകളൊന്നും കാണുന്നില്ല. അതുകൊണ്ട് നമുക്ക് അതിനെന്ത് പറയാം? ഇതൊക്കെ മുസ്തത്തിറായ ലമീറുകളാണ്. അപ്പൊ നമ്മൾ കുറെ കാര്യങ്ങൾ ലമീറുകളെ കുറിച്ച് പറഞ്ഞു. ആദ്യം തന്നെ എല്ലാം ഡീറ്റെയിൽ ആയിട്ട് വിശദീകരിച്ചിട്ടുണ്ട്. അത്രയാണ് ലമീറുകളെ കുറിച്ച് നമുക്ക് മനസ്സിലാക്കാനുള്ള കാര്യങ്ങൾ. അപ്പൊ അതിന്റെ വിശദീകരണം അവിടെ കൊടുത്തിട്ടുണ്ട്. ഞാനിനി ആ വിശദീകരണങ്ങൾ വായിച്ച് കൊടുക്കുന്നില്ല, എന്താ പറയാ, അമിതാക്കുന്നില്ല. കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട്. അതിൽ പറയുന്നതാണ് ഒന്ന്, അല്ലമാറിൽ മുഫസില അൽ ഖാസ ബിർ റഫ്. റഫിന്റെ ഖാസ് ആയിട്ടുള്ള ലമീറുകൾ ഏതൊക്കെയാ? നമ്മളത് വിശദമായിട്ട് പറഞ്ഞു. അന ലിൽ മുത്തക്കല്ലിം, ഞാൻ എന്നുള്ള അർത്ഥത്തിൽ. അൻത ലിൽ മുഖാത്തബ്, നീ ഒരു പുരുഷൻ, ആണാണ്, മുദക്കറാണ്, അതുകൊണ്ട് മുഖാത്തബ് എന്ന് പറഞ്ഞു. അൻതുമ, അത് മുഅന്നസിന് മുദക്കറിന് തന്നെയാണ്. മുഖാത്തബൈനി മുഖാത്തബത്തൈനി. അൻതും ലിൽ മുഖാത്തിബീന, ജമ്മാണ്, മുദക്കറാണ്. അൻതും നിങ്ങൾ പുരുഷന്മാർ. ഹുവ എന്നുള്ളത് അവൻ. ലിൽ ഗായിബ്, ഗായിബ് എന്ന് പറയുന്നത് തേർഡ് പേഴ്സൺ, മറഞ്ഞ ആള്, ആബ്സെന്റ് ആയിട്ടുള്ള ആള്. ഹുമ അത് സ്ത്രീക്കും പുരുഷനും ഒന്ന് തന്നെയാണ്. ഹും എന്നുള്ളത് പുരുഷന് മാത്രം ജമ്മായിട്ട്. ഹും ലിൽ ഗായിബീന. നഹ്നു നേരത്തെ പറഞ്ഞ ആനയുടെ ജമ്മായിട്ട് മുത്തക്കല്ലിമീന, ജമ്മു മുത്തക്കല്ലിം. അൻതി എന്നുള്ളത് മുഖാത്തബത്ത്, അൻതയുടെ ഓപ്പോസിറ്റ്, നീ ഒരു സ്ത്രീ. അൻതുന്ന മുഖാത്തബാത്ത്, അത് പിന്നെ ധാരാളം സ്ത്രീകൾ, നിങ്ങൾ ധാരാളം സ്ത്രീകൾ. ഇയാലുള്ള ഗായിബത്തി തേർഡ് പേഴ്സൺ മുഅന്നസ് ആവുമ്പോൾ, ഹുന്ന എന്നുള്ളത് തേർഡ് പേഴ്സൺ ജമ്മാകുന്ന സമയത്ത് ഗായിബാത്ത്. ഇനി അതിന്റെ നേരെ പിന്നെ നസ്ബിന്റെയും ജെറിന്റെയും ഖാസായിട്ടുള്ള അമീറുകളാണ് ഇയായ, ഇയാന, ഇയാക്ക, ഇയാക്കി, ഇയാക്കുമ, ഇയാക്കും, ഇയാഹു, ഇയാഹുമ, ഇയാക്കുന്ന, ഇയാ. അതിന്റെ കറക്റ്റ് ഫോമിൽ നമ്മൾ നേരത്തെ പിന്നെ പറഞ്ഞ ഇയാഹു, ഇയാഹുമ, ഇയാഹും, ഇയാഹ, ഇയാഹുമ, ഇയാഹുന, ആ ഒരു ഫോമിൽ നിങ്ങൾ പഠിച്ചു വെച്ചാൽ മതി. ഓക്കെ. അപ്പൊ അതാണ് ഒരു കാര്യം. ഇനി നമുക്ക് മനസ്സിലാക്കാനുള്ളത് ഇതാണ്. ഇതിന്റെ കായികകൾ ഇവിടെ പറയുന്നുണ്ട്. അപ്പൊ ആ കായികകൾ നിങ്ങൾ പഠിക്കുക. ഇതിൽ പ്രധാനമായിട്ട് വരുന്ന കായികകൾ പഠിക്കുക. ഏതൊക്കെയാണ് കായിക? ഒന്ന്, അൽ അമീറു ഇസ്മുൻ മാരിഫത്തുൻ യദുല്ലു അലൽ മുത്തക്കല്ലിമി അവിൽ മുഖാത്തബി അവിൽ ഗായിബ്. ലമീർ എന്ന് പറയുന്നത് ഇസ്മുൻ മാരിഫത്തുൻ, മാരിഫ ഇസ്മാണ് എന്ന് പറയുന്നത്. ലമീറുകളൊക്കെ മാരിഫയാണ്.
മാരിഫകളുടെ കൂട്ടത്തിൽ എന്താണ് അലമുണ്ട്, ലമീർ ഉണ്ട്, ഇസ്മു ഇഷാറത്ത് ഉണ്ട്. ഇതൊക്കെ ലമീർ മാരിഫയുടെ കൂട്ടത്തിലാണ് നമ്മൾ എണ്ണാറുള്ളത്. അവ മുത്തകല്ലിമിന്റെ സംസാരിക്കുന്ന ആളെ സൂചിപ്പിക്കുന്നവയുണ്ട്. മുഖാത്തബ് സംസാരം കേട്ടുകൊണ്ടിരിക്കുന്ന അഭിസംബോധകരെ സൂചിപ്പിക്കുന്നവയുണ്ട്. അൽ ഗായിബ് ഇവിടെ സംസാരിക്കുന്ന കോണ്ടക്സ്റ്റിൽ ഇല്ലാത്ത പുറത്തുള്ള ഒരാളെ സൂചിപ്പിക്കുന്നതാണ് ഗായിബ് എന്ന് പറയുന്നത്. ഞാൻ, നിങ്ങൾ, പിന്നെ അവൻ, അവൾ, അത് എന്നൊക്കെ പറയാം. അങ്ങനെ 3 രൂപ: ഫസ്റ്റ് പേഴ്സൺ, സെക്കൻഡ് പേഴ്സൺ, തേർഡ് പേഴ്സൺ. ഇനി അൽ ദമീറുൽ മുൻഫസിലു, മുൻഫസിലായ ദമീർ എന്ന് പറഞ്ഞാൽ എന്താണ്? ഹുവ മാ യുംകിനു നുത്ഖു ബിഹി വഹ്ദഹു, അത് ഒറ്റക്ക് സ്വതന്ത്രമായിട്ട് ഉച്ചരിക്കാൻ പറ്റുന്നവയാണ്. ഹുവ മാ യുംകിനു അന്നുത്ഖു ബിഹി വഹ്ദഹു, സ്വതന്ത്രമായിട്ട് ഉച്ചരിക്കാൻ പറ്റുന്ന ലമീറുകൾക്കാണ് എന്ത് പറയാം? മുൻഫസില ലമീർ എന്ന് പറയും. മിൻ ഗൈരി അൻ യത്തസില ബി കലിമത്തിൻ ഉഖ്റ, മറ്റൊരു വാക്കിനോട് കൂടെ ചേർന്ന് നിൽക്കാത്ത വിധം സ്വതന്ത്രമായി ഉച്ചരിക്കാൻ പറ്റുന്നത്. ഇനി അൽ ലമീറുൽ മുത്തസിലു, മുത്തസില ലമീർ എന്ന് പറഞ്ഞാൽ ഹുവ അല്ലദീ ലാ യുന്തഖു ബിഹി വഹ്ദഹു, അത് ഒറ്റയ്ക്ക് ഉച്ചരിക്കാത്തതാണ്. എന്ന് പറഞ്ഞാൽ മറ്റൊന്നിന്റെ കൂടെ, ഫീലിന്റെയോ ഇസ്മിന്റെയോ കൂടെ ചേർത്ത് പറയുന്നതാണ്. വൈത്തസിൽ ദായിമൻ ബി കലിമത്തിൻ ഉഖ്റ, അത് മറ്റൊരു കലിമത്തിന്റെ കൂടെ ആയിരിക്കും. കലിമത്ത് ഇസ്മാഉ ഫീലാ ഹർഫാകാം. അപ്പൊ ഇവിടെ നീ പ്രത്യേകം പറയണം, അൽ ലമീറുൽ മുത്തസിലു ബിൽ അഫ്ആലിൽ ഖാസത്തി ബിർ ഫെയിലിന്റെ കൂടെ ചേർന്ന് വരുന്ന റഫ് ഇട്ട് ഖാസ് ആയിട്ടുള്ളത് എന്ന് പറഞ്ഞാൽ ഫെയിലിന്റെ കൂടെ ഫായിലിന്റെ പൊസിഷനിൽ വരുന്ന റഫിന്റെ ലമീറുകൾ നമ്മൾ പ്രത്യേകം പറഞ്ഞിരുന്നു. അത് ഏതൊക്കെയാണ്? താ എന്ന് പറഞ്ഞാൽ താ മുത്തഹരിക്ക്, തൂ, ഫയൽ ടു എന്നൊക്കെ പറയുമല്ലോ. ഫയൽ ടു, ഫയൽത്തുമ, ഫയൽത്തും, ഫയൽട്ടി, ഫയൽത്തുമ, ഫയൽത്തുന, അതാണ്. പിന്നെ അലിഫുൽ ഇസ്നൈനി എന്ന് പറഞ്ഞാൽ ഫഅല, വാവൽ ജമാ, പിന്നെ ഫഅലു, ഇഫ്അലൂന എന്നൊക്കെ പറയുന്നത്. നൂനുൻ നിസ്വ, ഇഫ്അൽന, അതേപോലെ ഫഅൽന. അൽ മുഖാത്തബത്ത് തഫ്അലീന, ഇതാണ് റഫിന്റെ ഹാസായിട്ടുള്ള ലമീറുകൾ. അത് പഠിച്ച അതാണ് പഠിക്കേണ്ടത്. പിന്നെ യാ ഉൽ മുത്തക്കല്ലിമ്, പിന്നെന്താണ്? വക്കാഫുൽ മുഖാത്തബ് വഹാഉൽ ഗായിബ് ഇദാ ഇത്തസലത് ബിൽ അഫ്ആലി കാനത് ഫി മഹല്ലി നസ്ബിഹ്. മുത്തക്കല്ലിമിന്റെ യാ, അതായത് പിന്നെ ഒരു ഫീൽഡിന്റെ കൂടെ നസ്ബിന്റെ സ്ഥാനത്ത് വരാറുണ്ട്. ഫഅലി, ലറബനി എന്ന് പറഞ്ഞല്ലോ, നസഹനി. കാഫുൽ മുഖാത്തബ് ലറബക്ക, ഹൗൽ ഗായിബ് ലറബഹു എന്നൊക്കെ പറയുന്ന പോലെ, ലറബഹ. അതൊക്കെ ഫീൽഡിന്റെ കൂടെ വരുന്ന സമയത്ത് മഹല്ലി നസ്ബാണ്. അതായത് അത് നസ്ബിന് ഖാസായിട്ടുള്ള അമീറുകളാണ് ഈ പറഞ്ഞ യാവുൽ മുത്തക്കല്ലിമും പിന്നെ കാഫുൽ മുഖാത്തബും ഹൗൽ ഗായിബ് ഒക്കെ ഇയാഹു ഇയാഹുമ എന്നുള്ളതിന്റെ ആ ഒരു പാർട്ടാണ്. ഇനി വൈദ ഇത്തസലത്ത് ബിൽ അസ്മായി ഔ ഹുറൂഫിൽ ജറി, ജറിന്റെ ഹർഫിന്റെ കൂടെയോ അല്ലെങ്കിൽ ഇസ്മിന്റെ പിന്നെ കൂടെയോ ചേർന്ന് വന്നാൽ അത് ഫി മഹല്ലി ജറി, ജറിന്റെ പൊസിഷനിലായിരിക്കും. അപ്പൊ എല്ലാ ഹർഫും അങ്ങനെയല്ല. ഇപ്പൊ ഇന്ന എന്നുള്ളതിന്റെ കൂടെ വരുന്ന സമയത്ത് ഹുവ കൂടെ വരികയാണെന്ന് വിചാരിക്കുക. അപ്പൊ ഇന്ന അവിടെ വരുമ്പോ ഇന്ന പ്ലസ് ഹുവ പറയുമ്പോ നമ്മൾ എങ്ങനെ പറയാം? ഇന്നഹു. കാരണം അവിടെ നസ്ബിന്റെ സ്ഥാനത്ത്, അപ്പൊ അത്രേ വരുള്ളൂ. ഇന്നഹ ഉണ്ടോ? ഇങ്ങനെ ഈ 2 രൂപത്തിലാണ് വരും. പിന്നെ ഹുറൂഫിൽ ജറി കാനത് ഫി മഹല്ലി ജറി. ഇനി അല്ലമീറു ന എന്ന ലമീർ, അതായത് ജമ്മിന്റെ മുത്തക്കല്ലിമിന്റെ ലമീർ, യകൂനു മറത്തൻ ഫി മഹല്ലി റഫ്ഇൻ വമറത്തൻ ഫി മഹല്ലി നസ്ബിൻ വമറത്തൻ ഫി മഹല്ലി ജറിൻ. ചില സമയത്ത് അത് റഫിന്റെ സ്ഥാനത്തായിരിക്കും, ചില സമയത്ത് നസ്ബിന്റെ സ്ഥാനത്തായിരിക്കും, ചില സമയത്ത് ജറിന്റെ സ്ഥാനത്തായിരിക്കും. എന്ന് പറഞ്ഞാൽ അത് അത്ര വലിയ വിഷയമൊന്നുമല്ല. അതിങ്ങനെ ഒരു ഉദാഹരണം പറയുമ്പോൾ നിങ്ങൾക്ക് എളുപ്പത്തിന് മനസ്സിലാവും. ഉദാഹരണത്തിന് ലറബ്ന, ലറബ്ന. ഞാൻ ഇവിടെ 3 ഉദാഹരണം എഴുതിയിട്ടുണ്ട്. ഈ 3 ഉദാഹരണം നിങ്ങൾക്ക് കാണുന്ന സമയത്ത് ഒരേപോലെ വായിക്കാൻ തോന്നും. പക്ഷെ ഒന്നില് ന എന്നുള്ളത് ഫായിലാണ്, ഒന്നില് മഫൂലാണ്, ഒന്നില് മജ്റൂറാണ്. അതെങ്ങനെ വരാം? ഇപ്പൊ ലറബന, അത് ഞാൻ ഹരക്കത്തോട് കൂടി എഴുതാം, അപ്പൊ നിങ്ങൾക്ക് കറക്റ്റ് മനസ്സിലാവും. ലറബ ഫതഹാണ്, ലറബന, സോറി സുക്കൂനായിട്ട് ലറബ്ന. അപ്പൊ അതിന്റെ അർത്ഥം എന്താണ്? ഞങ്ങൾ, നഹ്നു ലറബ്ന, ഞങ്ങൾ അടിച്ചു, ഞങ്ങൾ അടിച്ചു, നഹ്നു ലറബ്ന. അപ്പൊ ലറബ്ന ഫായിലിന്റെ സ്ഥാനം അപ്പൊ റഫാണ് ന എന്നുള്ളത്. ഇനി ലറബ ന എന്ന് പറയുമ്പോ ലറബ ഇയാന, ഇയാന ഞങ്ങളെ അടിച്ചു എന്നാണ്. അപ്പൊ മഫൂലിന്റെ സ്ഥാനത്താണ് ലറബ. അപ്പൊ അവിടെ ഫായിൽ ഉണ്ടാവും ലറബ ഹുവ ലറബന, അവൻ ഞങ്ങളെ അടിച്ചു എന്നല്ല അർത്ഥത്തിൽ. ഇനി മറ്റൊന്ന് ലർ ഭൂ ന, അവിടെ ഇസ്മ ലർബ് എന്നുള്ള ഇസ്മാണ്, അതിലേക്ക് ഇലാഫത്ത് ചെയ്തുകൊണ്ട് ലർബുന, ഞങ്ങളുടെ അടി.
ഞങ്ങളുടെ അടി എന്നുള്ള അർത്ഥത്തിലാണ് വരിക. അപ്പൊ ജെറിന്റെ സ്ഥാനത്തായി. അപ്പൊ ഒന്ന് റഫിന്റെ, ഒന്ന് നസ്ബിന്റെ, ഒന്ന് ജെറിന്റെ. അപ്പൊ പല രൂപത്തിലൊക്കെ നാ തന്നെയാണ് പറയാം. പക്ഷെ അതിന് മുമ്പ് ഉപയോഗിക്കുന്ന കലിമത്തിന്റെ വ്യത്യാസം അനുസരിച്ച് അതിന്റെ ഇറാബ് മാറും. അതാണ് പറഞ്ഞത്. ഇനി ഇനി അടുത്ത പോയിന്റ് ലമീർ അൽ മുസ്തത്തിർ. മൂന്നാമത്തെ ഒരു വിഷയമാണ് ലമീർ മുസ്തത്തിർ. ഹു ലമീറുൻ ഇത്തസല ബിൽ ഫെയിലി, ഫെയിലിന്റെ കൂടെ ചേർന്ന് വരുന്ന ലമീറാണ്. മിൻ ഗൈരി അൻ യദ്ഹറ ഫിൽ ലഫ്ളി, ലഫ്ളില് പ്രകടമാവാത്ത വിധം. ഈ ലമീർ മുസ്തത്തിർ എപ്പോഴും ഫെയിലിൽ മാത്രമേ ഉണ്ടാവുള്ളൂ. ഇസ്മിലാണെങ്കിൽ കുറച്ച് കാണും, ഹർഫിലാണെങ്കിലും കുറച്ച് കാണും. അല്ലമീർ അൽ മുസ്തത്തിർ ഫിൽ ഫെയിൽ മാലി, മാലിയായ പിന്നെ ഫെയിലില് വരുന്ന മറഞ്ഞ ലമീർ ഏതൊക്കെയാണ്? ഹുവ, ഹിയ, ഈ രണ്ടെണ്ണാണ്. നമ്മളത് പിന്നെ കൃത്യമായിട്ട് നേരത്തെ ഫസ്റ്റ് തന്നെ വിശദീകരിച്ചു. അല്ലമീർ അൽ മുസ്തത്തിർ ഫിൽ മുലാരി, മുലാരിയിലെ മുസ്തത്തിറായ ലമീറുകൾ ഏതൊക്കെയാണ്? യഖ്തലിഫു തഖ്ദീറുഹു, അത് വ്യത്യസ്തമായ സങ്കല്പനങ്ങളാണ്. എന്ന് പറഞ്ഞാൽ അതിന്റെ ഫെയിലിന്റെ ഫോം അനുസരിച്ച്. ബിഖ്തിലാഫി ഹുറൂഫിൽ മുലാറ, മുലാറാത്തിന്റെ ഹർഫിന്റെ വ്യത്യാസം വരും. നമ്മുടെ അത്തൈന എന്നുള്ള മുലാറാത്തിന്റെ ഫെയിൽ ഉണ്ടല്ലോ, അതനുസരിച്ച് വ്യത്യാസം വരും. അതായത് ഏതൊക്കെയാണ് പറഞ്ഞത് നമ്മള്? എഫൽ എന്ന് പറയുമ്പോൾ ഹു ഉണ്ട്, തഫൽ എന്ന് പറയുമ്പോൾ ഹിയ ഉണ്ട്, പിന്നെ തഫൽ എന്ന് പറയുമ്പോൾ അൻത ഉണ്ട്, പിന്നെ അഫൽ എന്ന് പറയുമ്പോൾ അന എന്നുള്ളതുണ്ട്, നഫൽ എന്ന് പറയുമ്പോൾ നഹ്നു. ഇത് ഈ അഞ്ചെണ്ണാണ് മുലാരിയിൽ വരെ. അൽ ലമീർ മുസ്തദിർ ഫി ഫിഅലിൽ അംരി തഖ്ദീറു അൻത, മുലാരി അമ്രില്. മുലാരിയുടേത് ഇവിടെ പറഞ്ഞിട്ടില്ല, നമ്മൾ ഓൾറെഡി പറഞ്ഞു. മുസ്തത്തിറായ പിന്നെ ലമീർ അമ്രിൽ ഏതാണ്? ഒന്ന് മാത്രമേ ഉള്ളൂ, അത് അൻത എന്നാണ്. ഇഫ് അൽ, നീ പ്രവർത്തിക്കുന്നുള്ളൂ. അപ്പൊ ഒരു ഫെയില് നമ്മൾ 14 ഫോമുകൾ എടുത്ത് വെക്കുമ്പോൾ അതിൽ ഏതൊക്കെയാണ് മുസ്തത്തിറായി വരിക, ബാക്കിയുള്ള ഏതൊക്കെയാണ് മുത്തസിലായി വരിക എന്നുള്ളത് മനസ്സിലാക്കിയാൽ മതി. അപ്പൊ എളുപ്പമുണ്ട് കാര്യം. അപ്പൊ മുസ്തത്തിറായിട്ട് ഇപ്പൊ മാലിയിൽ 2 മുസ്തത്തിറാണെങ്കിൽ ബാക്കി 12 മുത്തസിലാണ്. മുലാരിയിൽ 5 പിന്നെ എന്താണ് അവിടെ മുസ്തത്തിറായിട്ടാണെങ്കിൽ ബാക്കി 9 മുത്തസിലായിരിക്കും. അങ്ങനെയാണത് മനസ്സിലാക്കേണ്ടത്. അപ്പൊ നമ്മള് ഈ ഒരു ചാപ്റ്ററോടെ വൈൻഡ് അപ്പ് ചെയ്യണ കാര്യം ക്ലിയർ, ഏകദേശം നിങ്ങൾക്ക് നന്നായിട്ട് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. പിന്നെ അതുമായി ബന്ധപ്പെട്ട കുറച്ച് ആക്ടിവിറ്റീസും കാര്യങ്ങളൊക്കെ ചെയ്തു നോക്കാം. അറബിയിൽ ഓരോ സെന്റൻസുകൾ വായിക്കുന്ന സമയത്ത് ആ ലമീർ കാണുന്ന സമയത്ത് അത് റഫിന്റെ ലമീറാണോ, നസ്ബിന്റെ ലമീറാണോ, ജെറിന്റെ പൊസിഷനിലാണോ വരുന്നത്, മുത്തസിലാണോ, മുഫസിലാണോ, ബാരിസാണോ, മുത്തത്തിറാണോ, ഇത്തരം കാര്യങ്ങളൊക്കെ മനസ്സിലൂടെ കടന്നു വരണം. അപ്പോഴാണ് നമുക്ക് ഈ ചാപ്റ്റർ പഠിഞ്ഞു എന്ന് ബോധ്യപ്പെടാൻ പറ്റും. ഓക്കെ, ശുക്രൻ ലക്കും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.